നാഫിയായ വർദ്ധിപ്പിച്ചു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നോക്കാക്കി തരുമാറാകട്ടെ. ഈ സദസ്സ് അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മഹാനായ നജ്ജാശി രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഖുറൈശികൾ വരികയും ഒരുപാട് സമ്മാനങ്ങളുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തിനെയും അവിടുന്ന് വിശ്വസിച്ച അനുയായികളെയും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ നാട്ടിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘം വന്നിട്ടുണ്ട്, കളവ് നടത്തുന്നവരാണ്, കുടുംബബന്ധം വിശദീകരിക്കുന്നവരാണ് തുടങ്ങിയ ഒട്ടനേകം പ്രചരണങ്ങൾ പറയുകയും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലെ ചില വരികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അതോടുകൂടി അദ്ദേഹം കരയുകയും കരഞ്ഞതിന് ശേഷം ഇത് വല്ലാത്തൊരു മഹാഗ്രന്ഥമാണെന്ന് പറഞ്ഞ് നജ്ജാശി രാജാവ് നിങ്ങളെ ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞേക്കില്ല, നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നജ്ജാശി രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതോടുകൂടെ ഖുറൈശികളുടെ എല്ലാ സമ്മാനങ്ങളും തിരിച്ചങ്ങ് കൊടുക്കുകയാണ്. അവരുടെ മുഖം വാടുകയാണ്. മ്ലാനമായ വളരെ ദുഃഖിതരായി ഖുറൈശികൾ ഒന്നടങ്കം അവിടെ നിന്ന് മടങ്ങുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിശ്വസിച്ച വിശ്വാസികൾക്കൊക്കെ സഹായം നൽകണമെന്നും അതുപോലെ തന്നെ നജ്ജാശി രാജാവിനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊടുത്തു ഒരു കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതുകയാണ്. നജ്ജാശി രാജാവിന്റെ പേര് അസ്ഹമത്ത് ബിനുൽ അബ്ജൽ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ജാശി രാജാവിനെ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇല നജ്ജാശി മലികുൽ ഹബശ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുകയാണ്. ആരാണ് എഴുതുന്നത്? മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല നജ്ജാശി മലികുൽ ഹബശ. ഹബശയിലെ രാജാവായ നജ്ജാശി രാജാവിനാണ് എഴുതുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുന്നു, ഇന്നി അഹ്മദു ഇലൈക അല്ലാഹ്. തീർച്ചയായും ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അങ്ങനെയുള്ള അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽ മലിക്, രാജാവായ അല്ലാഹ്. അൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ അല്ലാഹ്. അസ്സലാം, രക്ഷ നൽകുന്ന അല്ലാഹ്. അൽ മുഅ്മിൻ, നിർഭയത്വം നൽകുന്ന അല്ലാഹ്. അൽ മുഹൈമിൻ, സംരക്ഷകനായ അല്ലാഹ്. ആ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും തങ്ങൾ എഴുതുകയാണ്, വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, അന്ന ഈസ ഇബ്ന മറിയമ റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ ആത്മാവും വകലിമതുഹു, അല്ലാഹുവിന്റെ വചനവുമായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇലാ അൽഖാഹ ഇലാ മറിയം അൽ ബതൂൽ തുയ്യിബതി ഫഹമലത് ബിഈസാ. ഒരു ഭർത്താവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹായിലേക്ക് അല്ലാഹു ആത്മാവിനെ നൽകുകയും
ആ ആത്മാവ് മുഖേന, ആ റൂഹ് നിക്ഷേപിച്ചത് മുഖേന മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ജന്മം നൽകുകയുമായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നത് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഇന്നി അദൂക ഇലല്ലാഹ്, തീർച്ചയായും ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? വഹ്ദഹു ലാ ശരീക ലഹു, അവനൊരു കൂട്ടുകാരനുമില്ല, ഒരു പങ്കുകാരനുമില്ല. വഅൻ തത്തബിഅനി വതുഅ്മിന ബില്ലദീ ജാഅനി, എന്നെ പിന്തുടരുന്നതിലേക്കും ഞാൻ കൊണ്ടുവന്നതിനെ വിശ്വസിക്കുന്നതിലേക്കും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വഖദ് ബഅസ്തു ഇലൈക ഇബ്ന അമ്മി ജഅഫറ, എൻ്റെ പിതൃവ്യ പുത്രനായ ജഅഫർ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുകയാണ്. വമഅഹു നഫറു മിനൽ മുസ്ലിമീൻ, ആ ജഅഫർ എന്ന എൻ്റെ സഹോദരന്റെ കൂടെ അല്പം മുസ്ലിമീങ്ങളും അവരുടെ കൂടെ ഞാൻ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പിന്തുടരുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജാശി രാജാവിനെ കത്തെഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് ലഭിച്ചു. നജാശി രാജാവ് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള കത്താണ് എന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം രാജാവാണല്ലോ, സിംഹാസനത്തിൽ ഇരിക്കുകയാണല്ലോ, പെട്ടെന്ന് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു വളരെ വിനയത്തോടുകൂടെ ആദ്യമായി ആ കത്ത് വാങ്ങിയിട്ട് 2 കൺപോളകളിൽ ഇങ്ങനെ വെക്കുകയാണ്. വലിയ ആദരവോടുകൂടെ ഒരു രാജാവ് ആ കത്തിനെ ബഹുമാനത്തോടുകൂടെ തന്റെ കൺപോളകളിൽ അങ്ങ് വെച്ചു. അങ്ങനെ വെച്ചതിന് ശേഷം ഈ കത്തങ്ങ് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം മതം പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ അല്ലാഹുവാണല്ലോ ഹിദായത്ത് കൊടുക്കുന്നവൻ. ആ ഹിദായത്ത് ഖൽബിലേക്ക് അങ്ങ് ഉദിച്ചപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഖ്യാപിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എനിക്കെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ തന്ന കത്തിനൊരു മറുപടി അയക്കണമല്ലോ. അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് അതാ ലെറ്റർ പേഡ് എടുക്കുകയാണ്. ആ ലെറ്റർ പേഡിൽ അദ്ദേഹം എഴുതുന്നു, തിരിച്ച് മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കത്തിന്റെ മറുപടി. അതിൽ അദ്ദേഹം വിശ്വസിച്ചല്ലോ. പിന്നെ അദ്ദേഹം എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലാ മുഹമ്മദിൻ റസൂലില്ലാഹി മിനൻ നജാശി സലാമുൻ അലൈക യാ നബിയല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവല്ലദീ ഹദാനി ഇലൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്താണ് പറയുന്നത്? റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ എഴുതുകയാണ്. എങ്ങോട്ട്? ഇലാ മുഹമ്മദിൻ റസൂലില്ലാഹ്, മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. എവിടെ നിന്നാണ്? മിനൻ നജാശി, രാജകൊട്ടാരത്തിൽ നിന്ന് നജാശിയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് സലാമുൻ അലൈക യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരെ അങ്ങേക്ക് സലാമുണ്ട് നബിയേ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ റഹ്മത്തും ബറകത്തും ഉണ്ടാവട്ടെ. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അതാണ് പ്രഖ്യാപനം, വളരെ മനസ്സാർന്ന പ്രഖ്യാപനമായിരുന്നു. അല്ലാഹു അല്ലാതെ ആരാധനയില്ല. ആദ്യത്തെ പ്രവർത്തനമാണ് കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി എഴുതുന്ന കത്ത്. എന്നിട്ട് പറയുന്നു, അല്ലദീ ഹദാനി ഇലൽ ഇസ്ലാം, എങ്ങനെയുള്ള അല്ലാഹുവാണ് എന്നെ ഹിദായത്താക്കി തന്ന അല്ലാഹു. ആ അല്ലാഹു അവനല്ലാതെ മറ്റു ആരാധ്യനില്ല എന്ന് പറഞ്ഞു. അമ്മാ ബഅദ്,
അതിന്റെ ശേഷം അദ്ദേഹം എഴുതുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങ് എനിക്ക് തന്ന നിർദ്ദേശങ്ങൾ എനിക്ക് കത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വലിയ വിശേഷണങ്ങളുണ്ടല്ലോ, അത് തങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കത്താണ് എനിക്ക് ലഭിച്ചത്. ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹുവാണ് സത്യം. ഇന്ന ഈസാ മാ സാദ അലാ മാ ദകർത ഫുറൂഖൻ വഇന്നഹുമാ കമാ ഖുൽത. അങ്ങ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എഴുതി തന്ന ആ വാചകമുണ്ടല്ലോ, ആ വാചകം തങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഒരൽപ്പം പോലും കൂടുതലില്ല നബിയേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഖദ് അറഫ്നാ മാ ബഅത്ഹു ഇലൈനാ. അങ്ങ് എന്നിലേക്ക് അയച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നബിയേ. വഖദിമ ഇബ്നു അമ്മിക വഅസ്ഹാബുഹു. അങ്ങയുടെ പിതൃവ്യ പുത്രനുണ്ടല്ലോ ജഅഫർ, അദ്ദേഹവും അനുയായികളും ഇവിടെ എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലയോ നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു നബിയേ. വഖദ് ബായഅതുക വബായഅതു ഇബ്ന അമ്മിക. അങ്ങേ ഞാൻ ബൈഅത്ത് ചെയ്യുന്നു നബിയേ. വബായഅതു ഇബ്ന അമ്മിക. അങ്ങയുടെ പിതൃവ്യപുത്രനായ ജഅഫറിനെയും ഞാൻ ബൈഅത്ത് ചെയ്യുന്നു നബിയേ. വഅസ്ലംതു അലാ യദൈഹി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അല്ലാഹുവിനു വേണ്ടി വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു നബിയേ. വഖദ് ബഅത്തു ഇലൈക ഇബ്നി. ഇനിയിപ്പോൾ ഞാൻ എന്റെ മകനെ, നജാശി രാജാവ് പറയാണ്, ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ അയക്കുന്നുണ്ട്. വഇൻ ശിഗ്ത അന്നാതീക ഫഅൽതു യാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരണമെന്ന് അങ്ങ് താല്പര്യപ്പെടുന്ന പക്ഷം ഞാൻ അതിനും തയ്യാറാണ് നബിയേ. നോക്കണേ, ഖുറൈശികൾ ആദ്യം വന്നത് എന്തിനായിരുന്നു? ഈ നജാശി രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സംഘത്തെ ഒന്നടങ്കം അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശുദ്ധ ഇസ്ലാമിനെയും ദുരാരോപണങ്ങൾ പറഞ്ഞ് അതിനെ വല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരുപാട് സമ്മാനങ്ങളുമായി ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ നജാശി രാജാവിന്റെ ഖൽബ് മാറിപ്പോയി. നജാശി രാജാവ് വിശുദ്ധ ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല അവരുടെ സമ്മാനങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് 2 ഓടകളിലും അത് വെച്ചു. തിരിച്ചങ്ങോട്ട് മറുപടിയും എഴുതി തന്റെ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വഴിയിലേക്ക് നീങ്ങാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. അതെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഇന്നി അശ്ഹദു അന്ന മാ തഖൂലു ഹഖ്. ഇവിടത്തേക്ക് മറുപടി പറയുന്നു, നബിയേ, അങ്ങ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു നബിയേ. അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാമും പറഞ്ഞ് ആ കത്ത് അവസാനിക്കുകയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ നജാശി രാജാവിന്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ ആ ഒരു വഴിയിൽ നീങ്ങാനും വേണ്ടി പോവുകയാണ്. അവരുടെ കൂടെ ആ മകന്റെ നേതൃത്വത്തിൽ 60 എത്യോപ്യയിലെ അഥവാ ഹബശയിലെ ജനങ്ങളുമുണ്ട്. ഇങ്ങനെ അവര് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി പോവുകയാണ്. പോകുന്ന വഴിയിൽ അവരുടെ കപ്പലങ്ങ് മുങ്ങുകയും ആ കപ്പൽ മുങ്ങിക്കൊണ്ട് അവര് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് പിൽക്കാലത്ത് നജാശി രാജാവ്
മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സങ്കടപ്പെടുകയും തന്റെ സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി നജാശി രാജാവിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് അൽ വഫ എന്ന ഗ്രന്ഥത്തിലെ 2-ാം വാള്യം 464-ാം പേജിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അല്ലാഹു നമ്മുടെ ദീൻ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നല്ല ഇസ്സത്തോടുകൂടെ മനക്കരുത്തോടുകൂടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. ഒന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇരിക്കട്ടെ, ഇന്നത്തെ ദിവസം